മെയ് 4 തീയതി വരെ കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി ചമഞ്ഞ് നടക്കുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ പോലെ തന്നെ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതും അദ്ദേഹത്തിന്റെ തനത് സ്വഭാവത്തിൽ. തൃശൂർ പൂരത്തെക്കുറിച്ച് വ്യാജ ചിത്രം വെച്ചുള്ള പോസ്റ്റ് ഇട്ടത് കൈയോടെ പിടിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണ്ടേ? അതുകൊണ്ട് പൂരവുമായി ബന്ധപ്പെട്ട ദുരന്തത്തിൽ ആർക്കും കിട്ടാത്ത ഒരു ദൃശ്യം അത് എക്സിലേക്ക് അങ്ങ് പോസ്റ്റ് ചെയ്യുക. അതായത് ഈ ദുരന്തമുണ്ടായപ്പോൾ തൊട്ടടുത്ത് നിന്ന് സതീശൻ ചിത്രീകരിച്ചു എന്ന് തോന്നുന്ന തരത്തിൽ ഒരു ദൃശ്യം, വെടിക്കെട്ട് അപകടം നടന്ന പ്രദേശത്തെ ദൃശ്യങ്ങൾ ആർക്കും അടുത്തുപോയി ചിത്രീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാര്യം ഒഴിഞ്ഞ പ്രദേശത്താണ് ഈ വെടിക്കെട്ട് പുര പ്രവർത്തിച്ചിരുന്നത്. അവിടെ വെടിയൊച്ച കേട്ടപ്പോഴാണ് ആൾക്കാർ അപകടത്തെക്കുറിച്ച് അറിഞ്ഞത്. പക്ഷെ സതീശൻ അങ്ങനെയല്ല, ലൈവ് വിഷ്വൽ കിട്ടി. ആ ലൈവ് വിഷ്വൽ എന്നുള്ള നിലയ്ക്ക് എക്സിൽ പങ്കുവെച്ച പോസ്റ്റ് ഇതേ ഇങ്ങനെയാണ്: ഡീപ്ലി സാഡൻഡ് ബൈ ദ tragic blast at the firework unit in Thrissur that claimed 6 precious lives. My heartfelt condolence to the bereaved families. Praying for strength and solace for all those affected. ഇതാണ് അദ്ദേഹത്തിന്റെ എക്സിലെ പോസ്റ്റ്. അതിന്റെ തൊട്ട് താഴെയുള്ള ആ ദൃശ്യം നോക്കി. തൊട്ടടുത്ത് നിന്ന് സതീശൻ പോയി നിന്ന് ചിത്രീകരിച്ച ഞെട്ടിക്കുന്ന ദൃശ്യം. ഏതോ കാടുകളിൽ അപകടം ഉണ്ടാകുന്ന ഒരു പ്രതീതി. എന്തായാലും ഈ ചിത്രം ഇപ്പോൾ ഫാക്ട് ചെക്ക് പരിശോധനയിൽ വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതായത് OBC എന്ന ഫാക്ട് ചെക്ക് നടത്തിയ പരിശോധനയിൽ 2024 മറ്റൊരു അപകടത്തിന്റെ ദൃശ്യമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. നോക്കണേ, ഒരു ദുരന്തമുഖത്തും തൻ്റെ ഉള്ളിലെ ആ തനത് സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല. എവിടെയും ഷോ കാണിക്കാൻ, നുണ പറയുക, ഇല്ലാത്തത് ഉണ്ട് എന്ന് കാണിക്കുക. ഒരു പ്രതിപക്ഷ നേതാവാണ്. സ്വയം മുഖ്യമന്ത്രിയായിട്ട് സ്വപ്നം കണ്ടുറങ്ങുന്ന നാളുകളാണ്. ഒരു മുഖ്യമന്ത്രിയാകുമ്പോൾ കാണിക്കേണ്ട പ്രവൃത്തി ഇങ്ങനെയാണോ? പാകുതയും പക്വതയുമല്ലേ വേണ്ടത്? ഈ നാട്ടിൽ ആരെ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ചിത്രമെടുത്ത് എക്സിൽ പങ്കുവെച്ചുകൊണ്ട് അപ്കമിങ് മുഖ്യമന്ത്രി വേറെ ലെവൽ എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമാണ് ഈ എക്സിലെ ഈ പോസ്റ്റ് കൊണ്ട്. അദ്ദേഹം ആരെ വിവരം അറിയിക്കാനാണ്? ഈ നാട്ടിലെ ഏതെങ്കിലും പാവപ്പെട്ടവരെ അറിയിക്കാനാണോ? അല്ല. ആഗോളതലത്തിൽ പോലും എക്സിൽ വലിയ അഭിപ്രായം രേഖപ്പെടുത്തുന്ന വ്യക്തി ചമയാൻ ചെയ്ത പ്രവർത്തനമാണ്. അതിൽ പണ്ട് മാതൃഭൂമി യുദ്ധത്തിന് വീഡിയോ ഗെയിമിന്റെ ദൃശ്യമെടുത്ത് ഉപയോഗിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ സതീശനും കേമനാകാൻ ചെയ്ത പ്രവർത്തനം. എന്ത് വേണം? അപ്പൊ തന്നെ നാട്ടുകാർ പൊക്കിയെടുത്ത് ആ ഫോട്ടോയുടെ തട്ടിപ്പ് തുറന്നു കാട്ടിയിട്ടുണ്ട്. അവിടെയും പൊളിഞ്ഞടുങ്ങി. നിയുക്ത മുഖ്യമന്ത്രി ചമഞ്ഞ് നടക്കുമ്പോഴേ ഇങ്ങനെ പൊളിയുന്നു. നാട്ടുകാർ ഉടായ്പ് കൈയോടെ പിടിക്കുന്നു. ഒരു വിഷയമുണ്ടായിക്കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യരെ പോലെ പ്രതികരിച്ചാൽ പോരെ? സൂപ്പർ സ്റ്റാർ സ്റ്റൈലിൽ വലിയ ഇംഗ്ലീഷൊക്കെ വെച്ച് കാച്ചിയാലേ എനിക്ക് എന്ത് വരുള്ളൂ? ഈ സന്ദർഭത്തിൽ വലിയ അറ്റൻഷൻ വരൂ. ലോകത്താകമാനം സതീശനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അവിടെയാണ് നിയുക്ത മുഖ്യമന്ത്രി ഇങ്ങനെ നാണം കെട്ട് പൊളിഞ്ഞത്.